ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പം മണ്ണാർക്കാടാണുള്ളത്. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ വരെ വന്നതാണ്. ഞാൻ ലഗേജസും കാര്യങ്ങളെല്ലാം ബൈക്കിൽ നിന്ന് ഊരി മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് അലമ്പായിട്ട് കിടക്കുകയാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ. നമ്മുടെ വേറെ കുറച്ച് റിലേറ്റീവ്സും ഉണ്ട് ഇവിടെ മണ്ണാർക്കാട്. അപ്പോൾ അവരെ എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണം. സോ ബൈക്ക് ലുക്സ് ഗുഡ്. എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. എല്ലാ ലഗേജസും ഞാനിപ്പോൾ എടുത്തിട്ടില്ല. കുറച്ച് ആവശ്യമുള്ള ടൂൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്നിപ്പം ബാക്കി കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ അടുത്തൊരു നല്ലൊരു സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ അത് ഈവനിങ് ടൈം പറ്റുവാണെങ്കിൽ ഒന്ന് കാണാൻ പോകണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. വേറെ പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് നാളെ രാവിലെ നമുക്കൊരു ചെറിയൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട് ഇവിടെ കോഴിക്കോട് അടുത്തായിട്ട്. അപ്പം അവിടെ ഒന്ന് പോകണം. സോ ഗൈസ്, നമ്മളിപ്പം ഇവിടെ മണ്ണാർക്കാടുണ്ട്. ഞാൻ എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ഇപ്പം വെയിറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഇവിടെ ബൈക്കൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നല്ല ഒരു ഇളം കാറ്റുകൊണ്ട് വലിയ ചൂടുമില്ല. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ആക്ച്വലി ഐ ആം എക്സൈറ്റഡ് ടു സീ ഹിം. കുറച്ചായി ചേട്ടൻപുള്ളിനെ കണ്ടിട്ട്. ഹലോ, ഞാൻ പറയാം അഡ്വഞ്ചർ പിടിച്ചില്ല. ഞാൻ ആ സൈഡിൽ കൂടെ എടുത്തോണ്ട് വന്നു. ഇപ്പം ചേട്ടയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചേട്ടായി നമ്മുടെ ഫാമിലിയിലെ വലിയൊരു ബൈക്ക് റൈഡറാണ്. ഇപ്പം ഫാമിലി മാനൊക്കെ ആയി. ഞാനൊക്കെ ചെറുപ്പത്തിൽ ചേട്ടായി റൈഡൊക്കെ പോകുന്നതൊക്കെയാണ് ഫോട്ടോയും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു. അതിനുശേഷം ഇപ്പം വീട്ടിൽ പോയി ലഞ്ച് കഴിക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കാഞ്ഞിരം ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള റിലേറ്റീവ്സ് എല്ലാം ഇവിടെ കാഞ്ഞിരത്താണ്. ഒരുപാട് ദൂരമില്ല എല്ലാ വീടും തമ്മിൽ. പിന്നെ അത്യാവശ്യം നല്ല ഒരു സീനിക് ബ്യൂട്ടിയാണ് എല്ലായിടത്തും. കാരണം പ്രകൃതിയോട് ഭയങ്കരമായിട്ട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മളിപ്പം പൂഞ്ചോരയിലേക്ക് പോവുകയാണ്. യെസ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. ചേട്ടായുടെ വീട്ടിലാണിപ്പം. മറ്റേ തീർന്നു, 9 തീർന്നു. ഇത് നല്ല ടയറായിട്ടെ, എല്ലാ ടയറിനും പൊക്കോളും. നല്ല വ്യത്യാസമുണ്ട്. ഇത് ചേട്ടാ സ്കോർപ്പിയോൺ റാലി എന്ന് പറഞ്ഞ ഇവരുടെ ഒരു സീരീസാണ്. 70% റോഡാ, 30 ഓഫ് റോഡും. ഇതിൻ്റെ കാര്യം പ്രശ്നം എങ്ങനെയാണ്? ഇതൊരു പേരിന് 40,000 രൂപ താഴെ. എനിക്കിത് രണ്ടും കൂടെ 37 രൂപയ്ക്ക് ഫിറ്റിംഗ് കൂടി കിട്ടി. പോയിട്ട് വരാം. ഓക്കെ, എന്നാൽ വൈകിട്ടാണ് ചേച്ചി. ആൻഡ് ടുഡേ ഇറ്റ്സ് ബീൻ ക്രേസി ഫൺ ഗൈസ്. I'm just rock and rolling with my motorcycle right now. Woo! ഈ മോട്ടോക്രോസ് റേസിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ഈ മടിക്കടയൊക്കെ വണ്ടി എടുത്ത് ജമ്പീച്ചൊക്കെ പോകുന്നല്ലേ. ലിറ്ററലി ലൈക്ക് ഈ റോഡ്സൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ ഹംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഫ്രണ്ടിലെ ടയറൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് നിലത്ത് പെട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. സോ ക്രേസി ടുഡേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ജെല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ ഇനി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈഫിൽ ഇതിലേക്കൂടെയൊക്കെ വരുന്നത്. കാര്യം പറഞ്ഞാൽ മണ്ണാർക്കാടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ ആദ്യമായിട്ടാണ്. ഇറ്റ്സ് ബീൻ സോ അമേസിങ് സോ ഫാർ. ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ലാത്തൊരു റൂട്ടിലാണ് ഞാൻ വന്ന് ചാടിയിരുന്നത് ഇന്ന്. അമേസിങ് റോഡ്സാണ്, റൈഡ് ചെയ്യാനൊക്കെ ഒരു രക്ഷയില്ലാത്ത വഴികൾ. ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ലൈക്ക് ഇത് പോകേണ്ട ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റോഡ് മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ മണ്ണാർക്കാടോ പാലക്കാടോ അങ്ങനെ ഏരിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മോട്ടോർ സൈക്കിളും കൊണ്ട് വരുന്നെങ്കിൽ റൈഡ് ചെയ്യാനുള്ള മൈൻഡാണെന്നുണ്ടെങ്കിൽ ഇത് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആയിരിക്കും, നോ ഡൗട്ട് ഫോർ ദാറ്റ്. ഈ ഒരു മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ എന്തോരം ടേൺസാണ് ഇങ്ങനെ ട്വിസ്റ്റി ആയിട്ട് കിടക്കുന്നത്. ഈ ഒരു വഴിയിലൂടെ മൊത്തമാണ് ഞാൻ ഇപ്പോൾ റൈഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഒരു രക്ഷയില്ലാത്ത റൂട്ടായിരുന്നു. എവ്രിവെയർ ഐ ഹാഡ് ദിസ് കൈൻഡ് ഓഫ് റോഡ്സ്.
ഞാൻ ഇവിടുന്ന് കറങ്ങി ഈ മേളിൽ ഇവിടെ വന്നാൽ ചാടിയുണ്ടായിരുന്ന. അമേസിങ്, മസ്റ്റാണ്.